ലോങ് വീഡിയോ കാത്തിരുന്ന് നിങ്ങളെല്ലാവരും മുഷിഞ്ഞോ? എന്നും നമ്മൾ ചെടികൾ തന്നെയാണല്ലോ കാണുന്നത്. ഇന്ന് നമുക്ക് സ്ക്രീനിൽ നല്ല ഗ്രീനറി തന്നെ കാണാം കേട്ടോ. ഇന്ന് ഞാനിത് ഇടാൻ കാരണേ ചെടികൾ ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ ഷോർട്ട് എടുക്കുമ്പോൾ അത് ഫുള്ളായിട്ട് നമുക്ക് ക്യാമറ കിട്ടില്ല. ലോങ് ആകുമ്പോൾ അത് ഫുള്ളായിട്ട് സ്പേസ് ആകെ വൃത്തിയായി കിടക്കുന്നത് കാണുമല്ലോ. അപ്പോൾ ഞാൻ കരുതി ഇതെന്തായാലും ഫോണിലുണ്ട്, ഇതെടുത്തിട്ടൊന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയിട്ടോ. ഈ പോകുന്ന യാത്രയിൽ ഞങ്ങൾ കഴിക്കാനായിട്ട് അല്ലറ ചില്ലറ സംഭവങ്ങളൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ച് പായെടുത്തിട്ട് ഈ കുരങ്ങനെ ഞാൻ ഏകദേശം അതിൻ്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ ക്യാമറയിൽ പിടിക്കണേ. അപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ട്, എൻ്റെ ഫോണ് തട്ടിപ്പറിച്ച് പോകുമെന്നുള്ളത്. അപ്പോൾ അവരെന്നെ ഇങ്ങനെ കളിയാക്കണേ. സിമ്മ് ഊരി വെച്ചിട്ട് നീ ക്യാമറയിൽ പിടിച്ചോ, അല്ലെങ്കിൽ അതും തട്ടിപ്പറിച്ചുകൊണ്ട് പോകും എന്നൊക്കെ ഇങ്ങനെ അവർ പറയുമായിരുന്നു. പ്രകൃതി രമണീയതാണ്, അത് വല്ലാത്തൊരു കാഴ്ച തന്നെയാണല്ലേ. അതുപോലൊരു സ്ഥലത്തിലൂടെയാണ് കേട്ടോ നമ്മളിന്ന് പോകുന്നത്. എൻ്റെ സങ്കല്പത്തിലെ പൂന്തോട്ടം ഇതുപോലെ ഉണ്ടോ, ഒരുപാട് ഗ്രീനറി, എന്നിട്ട് അതിൽ നിറയെ ചെടികളും പൂക്കളും വാട്ടർഫോൾസും അതുപോലെ അക്വേറിയവും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെയാണ് കേട്ടോ. ചെടികൾ മാത്രമൊന്നുമല്ല, അതിൽ മാത്രമല്ല ഇത്തിരി പിരാന്നുള്ളത്. എനിക്ക് അക്വേറിയം, മീനുകളെ വളർത്തുക, പെറ്റ്സിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അടുത്ത് ഒത്തിരി പൂച്ചകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒഴിവായി. നമ്മൾ വീട്ടിൽ നിന്ന് പോന്നാൽ പിന്നെ അവറ്റങ്ങളെ നോക്കാൻ ആരും ഇല്ലല്ലോ, അവർക്ക് പട്ടിണിയാവൂലേ. അപ്പോൾ ഞാൻ എല്ലാവർക്കും ഇങ്ങനെ ഒഴിവാക്കിയിട്ടത്. തേയിലത്തോട്ടം ദൂരെ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ, പക്ഷേ അതിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അത്ര തന്നെ ഭംഗി ഉണ്ടാവാറില്ല. നിങ്ങളൊക്കെ കണ്ട തന്നെയല്ലേ, അതുപോലെ തന്നെയല്ലേ എല്ലാവരുടെയും അവസ്ഥ. അകലങ്ങളിൽ നിന്നും കാണുമ്പോൾ നല്ല ഭംഗിയാണ്, എന്നാൽ അതിനെ തൊട്ടറിയുമ്പോഴാണ് അത് ഭംഗിയുണ്ടോ ഇല്ലേ എന്ന് അറിയുന്നതല്ലേ. ഞാൻ ഇതിവിടെ ആഡാക്കാൻ കാരണേ ഇപ്പോൾ വെള്ളത്തിനൊക്കെ ക്ഷാമമായി തുടങ്ങി. അപ്പോൾ വെള്ളം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ അതും കൂടി ഒന്ന് ആഡാക്കിയതാണേ. നിങ്ങളെ നാട്ടിലൊക്കെ നല്ല മഴയുണ്ടെന്ന് പറഞ്ഞു, എന്നാൽ ഇങ്ങോട്ട് അങ്ങനെ മഴയില്ല കേട്ടോ. ഇവിടെ കാർമേഘം മാത്രമേ ഉള്ളൂ, മഴകളൊന്നുമില്ല. അങ്ങ് ദൂരെ ഒരുപാട് കൊക്കുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അത് ഷൂട്ട് ചെയ്യാണ് ഇപ്പോൾ എൻ്റെ പണി. ഞാൻ ആദ്യം കാണിച്ചിരുന്ന സ്ഥലവും ഇതും രണ്ടാണ് കേട്ടോ. ഞാൻ വെറുതെ ഒന്ന് ഉൾക്കൊള്ളിച്ചെന്നേ ഉള്ളേ. ഇതുപോലെ ഒന്ന് കാർമേഘം ഇരുണ്ട് മൂടി ഒരു മഴ പെയ്യാൻ എന്തൊരു ആഗ്രഹം ഉണ്ടെന്നറിയോ. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഇവിടേക്ക് നല്ല വെയിലും ചൂടും ഒക്കെയാണ്. എനിക്ക് കിണറ്റിലും കൂടി വെള്ളം കുറച്ചൊന്ന് തീരുമാനമായി കഴിഞ്ഞാൽ ചെടികൾക്കൊക്കെ വെള്ളം നനയ്ക്കാനായിരിക്കും പ്രയാസം. അവിടെ കുറേ ആളുകൾ മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഏതാ സ്ഥലം എന്നുള്ളത് നിങ്ങൾക്കറിയോ? പ്രസിദ്ധമായ ഒരു കടൽ തീരാണത്. അത് ഏതാണെന്ന് ഒന്നറിയുന്നവരൊന്ന് മെൻഷൻ ചെയ്യൂ കേട്ടോ. അപ്പോൾ ഒരുപാട് ഗ്രീനറി ആണെന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കേട്ടോ. വേനൽക്കാലത്തേക്ക് നമുക്ക് ആ യാത്ര ഇപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഇനി എല്ലാവരും ഒന്ന് ഇറങ്ങി പോരിട്ടോ അങ്ങോട്ട്. ഇവിടെ ഒരുപാട് ബോൾസ് ഇനിയും ഉണ്ട് കാണാനേ. ഇപ്പോഴേ വെയിൽ നല്ല ചൂട് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ നാട്ടിലിവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെടികളൊക്കെ എത്ര വെള്ളം നനച്ചിട്ടും വെള്ളം തീരെ ഒഴിച്ചു കൊടുക്കാത്ത പോലെയൊക്കെയാണ് പ്രകടമാക്കുന്നത്. വാടിക്കുഴഞ്ഞ് കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ. ഇത് ഞാൻ രാവിലെ എടുത്ത വീഡിയോ ആണേ, അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ ഞങ്ങൾ തളർച്ച കാണൂല. ഇത് വൈകുന്നേരമല്ല, ഞാൻ ഓഫീസിൽ നിന്ന് വരുന്ന സമയത്ത് എനിക്ക് ഒക്കെ എല്ലാതും കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. മുറ്റത്ത് തീരെ ചെടികളില്ലാത്ത പോലെയൊക്കെ ഫീൽ ചെയ്യും. ആകെ വാടിക്കുഴഞ്ഞ എല്ലാ ചെടികളും. ഈ ബാൾസ് എന്നൊക്കെ പറയുന്നത് തണ്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വാടിക്കുഴഞ്ഞ് വീണ് പോകും കേട്ടോ. പിന്നെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ വേഗം ഹെൽത്തി ആയിട്ട് നിൽക്കും ചെയ്യും. അപ്പോൾ ഒരു സന്തോഷമാണേനും. പിന്നെ ഷീലേച്ചി എപ്പോഴും കമൻറ്റ് ഇടും കേട്ടോ, ഇനിയും ഒരുപാട് ചെടികളൊക്കെ വാങ്ങിച്ചേക്കണം മോളെ പറഞ്ഞിട്ട്. തീർച്ചയായിട്ടും ഞാൻ വാങ്ങിച്ച് വെക്കുന്നുണ്ട്. ഇനി 800 ആവട്ടെ കേട്ടോ. അപ്പോഴത്തേനും ഞങ്ങൾ നോമ്പൊക്കെ കഴിഞ്ഞ് സെറ്റാകും. അല്ല 800 നോമ്പ് കഴിയുമ്പോഴത്തേനും ആകുമെന്നുള്ളതൊന്നും നമുക്കറിയില്ല കേട്ടോ. നമ്മളെ അടുത്തല്ലല്ലോ കാര്യം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ലേ നമുക്കത് സബ് കയറുള്ളൂ. അപ്പോൾ സബ് കയറുമ്പോൾ അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾ ഓരോരുത്തരും എത്രത്തോളം എൻ്റെ ചാനൽ സന്തോഷപ്പെട്ട് കാണുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും കേട്ടോ ഇതിൻ്റെ സബായാലും വ്യൂസ് ആയാലും വാച്ച് ടൈം ആയാലും ഒക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അല്ല ഞാൻ ഡൗൺ ആവും, താഴോട്ടും പോകുന്നത്. അങ്ങനെയാണിത്. ഇത് മറ്റേ നമ്മൾ PSCക്ക് എഴുതുമല്ലോ, അതിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടല്ലോ, അതുപോലെ ആയിപ്പോയി. നമ്മൾ ഒരു ഭാഗം ഇങ്ങനെ ശരിയാക്കി സെറ്റാക്കി കൊണ്ടുപോകുമ്പോൾ മറ്റേ ഭാഗം താഴ്ന്ന് പോയിട്ടുണ്ടാകും. അങ്ങനെയാണ്, ഒരു ഭാഗം ശരിയാക്കുമ്പോൾ ഒരു ഭാഗം കേടുവന്നിട്ടുണ്ടാകും. ഈ ഡബിൾ പെറ്റൽസിൻ്റെ ബോൾസ് അടിപൊളിയല്ലേ. എന്നാലേ ഇതിൻ്റെ ലൈറ്റ് കളറ് പിങ്ക് കേട്ടോ, അതും കൂടി പൂവിട്ടിട്ടുണ്ടേ. എന്തായാലും അത് കണ്ട് വിരിയട്ടെ, എന്നിട്ട് വേണം ഒരു ഷോ ആക്കിയിട്ട് നിങ്ങളെ മുന്നിൽ കണ്ട് പ്രദർശിപ്പിക്കാൻ. എനിക്കത് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുന്നുണ്ട്. ഞാൻ അതൊന്ന് വിരിഞ്ഞെങ്കിൽ എൻ്റെ വീഡിയോക്കകത്ത് കൊണ്ടുവരാമായിരുന്നു എന്നുള്ളൊരു ത്രില്ലിങ്ങിൽ ഇരിക്കുകയാണ് ഞാൻ. പക്ഷേ അതിന്നിപ്പോൾ ഞാൻ ഓഫീസ് വന്നതിന് ശേഷം ഞാൻ അവിടെ പോയി നോക്കിയിട്ടില്ല. അത് കോഴി കൊത്തിയോ എന്തോ അറിയില്ല കേട്ടോ. പിന്നെ കോഴി കൊത്താണ്ടിരിക്കാൻ ഞാൻ കമ്പിയൊക്കെ വെച്ച് വരെ സേഫ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ കമ്പി ഇങ്ങനെ ചെറിയ തണ്ട് ചെടികളല്ലേ, കമ്പി അതിൻ്റെ മേലെങ്ങനെ ചാരി നിന്നിട്ട് വെയിറ്റ് താങ്ങാനാവാതെ ഇതിൻ്റെ കമ്പൊടിയുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കമ്പി തൽക്കാലത്തേക്ക് മാറ്റി വെച്ചു. ഇനി എന്ത് ചെയ്യുന്നോ, രണ്ടറ്റത്തും ഓരോ കമ്പ് നാട്ടിയിട്ട് അതീമൽ കമ്പി ചാരി വെക്കണം. എന്നാൽ ഇവർ സേഫ് ആവും. പിന്നെ ഡയറക്റ്റായിട്ടുള്ള വെയിൽ ഇവർക്ക് കിട്ടുന്നത് അത് ഇനിയൊന്ന് സ്റ്റോപ്പ് ചെയ്യണം. ഒക്കെ പണികൾ തന്നെയാണ്, കുറച്ചൊരു സമയം കണ്ടെത്തന്നെ വേണം ഇവർക്കപ്പോൾ. എൻ്റെ പൊന്നോമനകളാണ് കേട്ടോ ഇവർ. അത്രയും എനിക്ക്
ഇഷ്ടമാണ് ചെടികൾ. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞു കൊണ്ട് നിങ്ങളെ മൂഷിപ്പിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു സോറി പറയണം, ഇന്ന് കൂടുതലായിട്ടൊന്നും ഞാൻ ചെടി ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് എന്തായാലും നല്ല നല്ല വീഡിയോസായിട്ട് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ മുന്നിൽ വരും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പോയാലോ? അപ്പോൾ ലൈക്ക് ചെയ്യണേ, സബ് ചെയ്യണേ, അതുപോലെ കമൻ്റ് ഇടാൻ തീരെ മറക്കേ ചെയ്യരുത്. കമൻ്റ് ഇട്ടാലാണ് ഞാൻ പറയുന്നതൊക്കെ കേൾക്കാൻ ആളുകളുണ്ട് എന്നുള്ളത് ഒരു സന്തോഷം എനിക്കുണ്ടാകും കേട്ടോ. പിന്നെ നാളെയും വീഡിയോ ചെയ്യാൻ എനിക്ക് അപ്പോൾ ഭയങ്കര ത്രില്ലിങ്ങാണ്. ഞാൻ തമാശ പറയില്ല കേട്ടോ, ഇതൊരു യൂട്യൂബ് ചെയ്യുന്ന ഒരാൾക്കുള്ള ഒരു ഫീലിങ്സ് ആയിരിക്കും. ഒന്ന് ചിന്തിച്ചോക്കോ, അങ്ങനല്ലേ ഞാൻ പറഞ്ഞത്? ശരിയല്ലേ? അപ്പോൾ ഞാനേ പോയാലോ? ഓക്കെ ബായ്. ഇത് പഴയ വീഡിയോ ആണ് കേട്ടോ, ഇതിൽ ഫോണിൽ കിടന്നപ്പോൾ ഞാൻ ഒന്നുകൂടി അത് അപ്ലോഡ് ചെയ്താണ്. അപ്പം ഇനി എന്തായാലും പോയി, ഇനി അവിടെ നിൽക്കുന്നില്ല, നിന്നാൽ ഇനിയും നിങ്ങൾ എന്നെ കല്ലെറിയും. അപ്പോൾ ഞാൻ പോയി. അപ്പോൾ സബ് ചെയ്യണേ.